എം പിയും മന്ത്രിയുമൊക്കെ അങ്ങ് പാർലമെൻറ്റിലും മന്ത്രി ആഫീസിലും. ഞാൻ ഉദ്ഘാടനത്തിന് വരണമോ സിനിമാ നടനായേ വരൂ. അങ്ങനെ വരണമെങ്കിൽ കാശ് കിട്ടണം. കാശ് എണ്ണിത്തരാതെ ഒരു ഉദ്ഘാടനത്തിനും എന്നെ കിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞതാ. നാട്ടിലെ ഉദ്ഘാടനങ്ങളൊക്കെ പിന്നെ ആരാ ചെയ്യുന്നേ? എം പിയും മന്ത്രിയും ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ 3-4 ഉദ്ഘാടന പ്രോഗ്രാമുകളാണ് ഓരോ മണ്ഡലത്തിലും എം പിക്കായാലും എം എൽ എക്കായാലും ഒക്കെ വരുന്നത്. ജനങ്ങളുമായി ബന്ധമുള്ളവർക്ക് അതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള പരിപാടികൾക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ പണം കൊടുക്കണം. ഉദ്യോഗസ്ഥർക്ക് ഊപ്പാട് വരും. ഉദ്ഘാടനത്തിലൂടെ കിട്ടുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എങ്ങണ്ടിയൂരിൽ BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. ഇനിയും സിനിമ ചെയ്യും. സിനിമകളിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 മുതൽ 8% വരെ ജനങ്ങൾക്ക് നൽകും. അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്. അത് പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് വന്നിരിക്കും. അതിന് പിരിവുണ്ടാകില്ല. ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എം പിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട. അവിടെ സിനിമാ നടനായിട്ടേ വരൂ. അതിന് യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ. അതിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല. അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും. ഇനിയിപ്പോൾ ആക്രമണം വരാൻ പോകുന്നത് ആ രീതിയിലൊക്കെ ആയിരിക്കും. അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പിരിവെട്ടി നല്ല ക്ലപ്പിംഗ് ഇട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല. കൃത്യമായി നിർവഹണം നടത്തിയിരിക്കും. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ്. പറഞ്ഞതൊന്നും വെറുതെയല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കുമെന്നൊക്കെയാണ് ഗീർവാണം വിട്ടത്. മന്ത്രി കസേരയിൽ എത്തിയതോടെ സമനില തെറ്റിയോ എന്നൊരു സംശയം. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്, ഇയാളുടെ ഈ രീതി വെച്ചാണെങ്കിൽ ഗണേഷ് കുമാർ എത്ര പണം വാങ്ങിക്കണം? ഗണേഷ് കുമാറും ഒരു സിനിമാ താരവും മന്ത്രിയൊക്കെയാണ്. എന്തോരം ഉദ്ഘാടനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം മണ്ഡലത്തിലെ പരിപാടികൾക്ക് പോലും പണം കിട്ടിയെങ്കിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വേണം തല്ലാൻ. ഇങ്ങനെയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കുറേ വെള്ളം കുടിക്കും. ഇയാൾക്ക് കൊടുക്കാൻ പണമുണ്ടാക്കാൻ അവരും പിരിവിനിറങ്ങും. ആരും ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഇവർ കൂടിയേ പിരിവിനിറങ്ങാൻ ബാക്കിയുള്ളൂ.